നമസ്കാരം. ഈ കഴിഞ്ഞ ആഴ്ച ഒരു 72 വയസ്സുകാരിയായ ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. കുറച്ച് നാളായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് അവര്. നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സെപ്റ്റംബറിൽ അവരുടെ HbA1c ചെയ്തായിരുന്നു. സെപ്റ്റംബർ 2025. എന്നിട്ട് അവർ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വരുന്നു. റിവ്യൂവിന് വേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ അവരോട് HbA1c ചെയ്യാൻ ആവശ്യപ്പെടുന്നു. സെപ്റ്റംബർ തുടങ്ങി ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ലാസ്റ്റ് വീക്ക്, ഏതാണ്ട് 5 മാസം കഴിഞ്ഞു. HbA1c ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ റേസായി. അവർ പറഞ്ഞു HbA1c ഒന്നും ഞാൻ ചെയ്യൂല, നിങ്ങൾ കാശുണ്ടാക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും തൊഴിൽ ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും തൊഴിൽ ചെയ്യുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അതിൽ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. അത് സത്യസന്ധമായിട്ട് പറയാൻ എനിക്കൊരു ലജ്ജയും തോന്നുന്നില്ല. പക്ഷെ അതിനേക്കാളുപരി ഈ 5 മാസത്തിന് ശേഷം HbA1c ചെയ്യുന്നതിനെ എന്തിനാണ് എതിർക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്തരം ചിന്തയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. HbA1c എത്ര നാൾ കൂടി ചെയ്യണം എന്ന ചോദ്യമാണ് നമ്മൾ ആദ്യം ഇവിടെ ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. പൊതുവെ എല്ലാവരും പറയും HbA1c എന്ന് പറയുമ്പോൾ 3 മാസത്തെ ആവറേജ് ആണ്. 3 മാസത്തെ ആവറേജ് ആയതുകൊണ്ട് എല്ലാ 3 മാസം കൂടുമ്പോൾ ഇത് ചെയ്താൽ മതി എന്ന് പലരും പറയാറുണ്ട്. ഇത് ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ശരിയാണ്. 3 മാസത്തെ ആവറേജ് 2 to 3 months എന്നാണ് പറയുന്നത്. പോട്ടെ, 3 മാസത്തെ ആവറേജ് നമുക്കിപ്പോൾ അത് അംഗീകരിക്കാം. എന്നിരുന്നാലും പ്രായോഗികമായി നോക്കുമ്പോൾ ഇതിന് ചില മാറ്റങ്ങൾ ആവശ്യമായി വരാറുണ്ട്. ഉദാഹരണം, ഒരു ട്രെൻഡ് അറിയണമെന്ന് കരുതുക. എല്ലാ മാസവും എന്താണ് HbA1cയുടെ ട്രെൻഡ് എന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും HbA1c ചെയ്യാം, നിയമവിരുദ്ധമൊന്നുമല്ലത്. എന്നാൽ ആ ഒരു കാറ്റഗറി പേഷ്യൻസിൽ മാത്രം അത് അവരോട് പറഞ്ഞ് അവരെ മനസ്സിലാക്കിച്ച് നമ്മളത് ചെയ്യണം എന്ന് മാത്രം. അതായത് പറഞ്ഞു വരുന്നത്, HbA1c 3 മാസത്തെ ബ്ലഡ് ഷുഗേഴ്സിനെ മാത്രമല്ല പ്രതിഫലിപ്പിക്കുന്നത്. ഓർമ്മ വേണം, ഒരു HbA1c വാല്യൂ എടുത്താൽ അതിൻ്റെ 80% ഈ കഴിഞ്ഞു പോയ, ഏറ്റവും അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ 2 ആഴ്ചയുടെ, അതായത് 15 ദിവസത്തെ ബ്ലഡ് ഷുഗർ ലെവലായിരിക്കും, ഗ്ലൂക്കോസ് ലെവലായിരിക്കും പ്രതിഫലിക്കുന്നത്. എന്ന് വെച്ചാൽ HbA1cക്ക് ഈ കഴിഞ്ഞ 15 ദിവസം, 2 ആഴ്ചയുടെ ഒരു ബയസ്, സ്ട്രോങ് ബയസ് ഉണ്ട്, അതിലേക്ക് ഒരു ചായ്വുണ്ട്. അതിൻ്റെ മുമ്പുണ്ടായിരുന്ന 2.5 മാസത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനേക്കാളും കഴിഞ്ഞ 15 ദിവസത്തെ കോൺട്രിബ്യൂഷനാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ 15 ദിവസത്തിനുള്ളിൽ HbA1c മാറി മറിയില്ലേ? തീർച്ചയായിട്ടും മാറി മറിയും. എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പോലും ചില പേഷ്യൻസിൽ 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ HbA1c ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ആ വ്യക്തിയുടെ ട്രെൻഡ് എനിക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു സെൻസർ ഘടിപ്പിക്കുന്ന ഏർപ്പാടില്ലേ, അങ്ങനെ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര വ്യക്തമായിരിക്കും. കാരണം അവർ 15 ദിവസത്തേക്കാണല്ലോ ഈ സാധനം ഫിറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് ചെയ്ത HbA1c, അതിന് ശേഷം ചെയ്ത HbA1cയും കണ്ട് അവർ ഞെട്ടാറുണ്ട്. കാരണം ആ റിപ്പോർട്ടിൽ തന്നെ, അവരെ CGMS റിപ്പോർട്ടിൽ തന്നെ ഈ പറയുന്ന HbA1c വരാറുണ്ട്. അപ്പോൾ അവർ പറയും, അയ്യോ, വെറും 15 ദിവസം മുമ്പ് ഞാൻ ചെയ്തപ്പോൾ 10% ആയിരുന്നു, ഇത് 15 ദിവസത്തിന് ശേഷം അത് 8.5% കുറഞ്ഞു, അപ്പോൾ ഏതോ ഒന്ന് തെറ്റാണ്. അല്ല, ഇത് രണ്ടും ശരിയായിരിക്കാം, രണ്ടും തെറ്റായിരിക്കാം കേട്ടോ. അങ്ങനെയും വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. പക്ഷെ രണ്ടും ശരിയായിരിക്കാം. കാരണം 15 ദിവസത്തിനുള്ളിൽ HbA1cയിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കാം. 20% മാറ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് അല്ലേ. ഈ 10% നിന്ന് 8.5% എന്ന് പറയുമ്പോൾ അറൗണ്ട് 15% ഡ്രോപ്പാണ് വന്നിരിക്കുന്നത്. 15% ഡ്രോപ്പ് ഇൻ 15 days സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഇല്ലെന്ന് പറയുന്നു? ആരാണ് ഈ പറയുന്നത് ഇല്ലെന്ന്? 3 മാസം. ഈ 3 മാസം എന്നൊക്കെ പറയുന്നത് എന്തോ നമ്മുടെ മനസ്സിൽ, തലച്ചോറിനകത്ത് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിരിക്കുക. 3 മാസം കഴിഞ്ഞാൽ മാത്രം HbA1c ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന വ്യക്തിയാണെങ്കിൽ 5 മാസത്തിന് ശേഷം ഞാൻ HbA1c ചെയ്യാൻ പറഞ്ഞപ്പോഴും കടന്ന് തുള്ളുകയായിരുന്നു. എന്നിട്ട് തീർന്നില്ല, അവര് നമ്മുടെ ഗൂഗിൾ റിവ്യൂസിലൊക്കെ കയറി എന്തോ ഇത് കമന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവർ തന്നെയാണോ ഇനി വേറെ ആരോ ആണെന്ന് എനിക്ക് തോന്നുന്നു, അവർ തന്നെയാണെന്ന് അതിൽ കയറി കമൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്.
ഞങ്ങൾ റൂഡായി അല്ലെങ്കിൽ ഇതായി അതായി എന്നൊക്കെ പറഞ്ഞ്. കുഴപ്പമില്ല, അതെന്ത് വേണമെങ്കിലും പറയട്ടെ. ഞാൻ കൃത്യമായി ഗൈഡ് ലൈൻസ് പ്രകാരം ചെയ്യേണ്ടത് എന്താണോ, നിയമപ്രകാരം എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നിയമവിരുദ്ധമായിട്ടൊന്നും തന്നെ ഇവിടെ ഇല്ല. 5 മാസത്തിന് ശേഷം HbA1c ചെയ്യാൻ പറയുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധമാവുന്നത്? ഏത് ഗൈഡ് ലൈൻസിനെതിരെയാണ് അതാവുന്നത്? ഏത് മാർഗരേഖകൾക്ക് എതിരെയാണ് അതാവുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ, എനിക്കൊന്ന് കേൾക്കണമല്ലോ അത്. ഓക്കെ. അപ്പോൾ വെറുതെ കിടന്ന് വെറുതെ ഇങ്ങനെ നാക്കിട്ടടിക്കാൻ ആരെയും കൊണ്ട് പറ്റും? നിങ്ങൾ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ പറയുന്നേ, എന്തുകൊണ്ടാണ് 5 മാസത്തിന് ശേഷം HbA1c ചെയ്യാൻ പാടില്ലാത്ത? എന്തുകൊണ്ട് 15 ദിവസം കഴിഞ്ഞിട്ട് HbA1c ചെയ്യാൻ പാടില്ല? 15 ദിവസം കഴിഞ്ഞിട്ട് HbA1c ചെയ്താലും ട്രെൻഡ് അറിയാൻ പറ്റും. പിന്നെ ഇതിനു മുമ്പ് HbA1cയുടെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ HbA1c എന്ന് പറയുന്ന സാധനം ഒരു വേദവാക്യം പോലെ വിശ്വസിക്കരുത്, കണ്ണുടച്ച് അതിനെ വിശ്വസിക്കരുത്. അതിന് വേറെ പല 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 ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ടാവാം. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന അനീമിയ, വിളർച്ച എന്ന് പറയുന്ന അവസ്ഥ. വിളർച്ചയിൽ HbA1c കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. യഥാർത്ഥത്തിലുള്ള ഗ്ലൂക്കോസ് ലെവലിനെ എല്ലായിരിക്കും HbA1c പ്രതിഫലിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിക്കാം. അതുപോലെ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, ഈവൻ പ്രഗ്നൻസി, നോർമലി പ്രഗ്നൻസിയിൽ HbA1c മാറിയാം. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള, ഗർഭിണി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ HbA1c നോക്കിയിട്ട് അയ്യോ ഇത് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണെന്ന് പറയുന്നത് അബദ്ധമാണ്. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നാക്കിട്ടടിക്കാൻ. വെറുതെ എന്തെങ്കിലും കിട്ടി ഡോക്ടർമാരെ മെക്കിട്ട് കയറാം, മെഡിക്കൽ സയൻസ് എല്ലാം മാഫിയാണ്, മരുന്ന് മാഫിയാണ്, മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി ക്ലീഷേഡ് ഡയലോഗായി, ബോറടിയായി മാറി ഇല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കൂ, എന്നിട്ട് അത് കമൻറ്റ് ചെയ്യൂ. എന്നിട്ട് ഈ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് സപ്പോർട്ട് us. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.